ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ അതിന് ധനമന്ത്രി പറഞ്ഞ മറുപടിയാണ് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചത്. ആ പ്രതിസന്ധി ഒന്നുമില്ല, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന്. സാമ്പത്തിക ബുദ്ധിമുട്ടിന് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അതല്ല. തമ്മിൽ വ്യത്യാസം എന്താ എനിക്ക് മനസ്സിലായില്ല. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ പരിതാപകരമാണ് എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. നമ്മൾ ഓർക്കേണ്ടത്, ഏതൊരു സംസ്ഥാനവും സ്വയം പര്യാപ്തമാവേണ്ടത് സ്വന്തം വിഭവശേഷി പ്രയോജനപ്പെടുത്തിയാണ്. അതല്ലാതെ കേന്ദ്രം തന്നില്ല, ആ കടമുണ്ട് ഈ കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല. വെറുതെ അയൽപക്കത്തേക്ക് നോക്കുക, തമിഴ്നാട്ടിലേക്ക്, അവിടേക്ക് എന്തെല്ലാം സ്ഥാപനങ്ങളാണ് വരുന്നത് ഓരോ ദിവസവും എന്ന് പറയുന്ന പോലെ. പണ്ടൊക്കെ എത്രയോ തമിഴ്നാട്ടുകാർ ഇങ്ങോട്ട് വന്നിരുന്നു പണി തേടി. ഇപ്പൊ ഒരെണ്ണം വരുന്നുണ്ടോ? ഇല്ല. അതെന്തേ? ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ ധാരാളം തൊഴിൽ അവസരങ്ങളുണ്ട്. പക്ഷെ ഇവിടെയോ പുതിയതായി സ്ഥാപിക്കവിടെ ഏതെങ്കിലും തൊഴിൽ മേഖലയുണ്ടോ? എന്റെ അറിവിലില്ല. എന്ന് പറഞ്ഞാലും സംസ്ഥാനം പണം നിക്ഷേപിക്കുമ്പോൾ തിരികെ ലഭിക്കുന്നതായിരിക്കണം ഭാവിയിലേക്ക്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംരംഭം ഈ 10 വർഷത്തിനിടെ തുടങ്ങിയത് എനിക്കറിവില്ല. പിന്നെ പണം ചിലവഴിക്കുന്നുണ്ട് ധാരാളമായിട്ട്, കടം മേടിച്ച്. കുറെ കോർപ്പറേഷനുകള്, അതിന്റെ ചെയർമാൻമാര്, അവരുടെ മറ്റ് സഹായികള്, സിൽബന്ധികള്, അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, ഇവരൊക്കെയാണ് വെള്ളാനുകൾ എന്ന് പറയുന്നത്. PSC തന്നെ എത്ര അംഗങ്ങളുണ്ട്? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മന്ത്രിമാരാണെങ്കിൽ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഏറ്റവും കൂടുതൽ. 2.5 വർഷം കഴിയുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷൻ. എല്ലാം അനാവശ്യ ചെലവുകളാണ്. റിട്ടേൺസ് ലഭിക്കുന്ന ഒരു നിക്ഷേപവുമില്ല അവിടെയൊന്നും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് അയ്യപ്പ സംഗമമാണ്. സ്പോൺസേഴ്സ് ആണെന്ന് പറയുമെങ്കിൽ പോലും എത്ര കോടി ചെലവാക്കപ്പെട്ടു ഒരു കണക്കുമില്ല. ന്യൂനപക്ഷ സംഗമം, അങ്ങനെ എന്തെല്ലാം പരിപാടികൾ. ലോക കേരള സഭ, എല്ലാം തട്ടുപൊളിവ് പരിപാടികളാണ്. ഇങ്ങോട്ട് റിട്ടേൺസ് കിട്ടുന്ന ഒരു പരിപാടിയുമില്ല. അത് തന്നെയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഒന്നും തന്നെയില്ല. തട്ടിമുട്ടി കഴിഞ്ഞു പോവുക, കടം മേടിക്കുക, കടമെടുക്കുക, കേന്ദ്രത്തെ കുറ്റം പറയുക. അത് തന്നെ പ്രശ്നം. ഇങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകാനാകുമെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ഈശ്വരോ രക്ഷതു. താങ്ക് യു.